ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി പ്രകാരം ഇപ്പോൾ ഗവർണർമാരെ ഒരു നിശ്ചിത സമയത്തിനകത്ത് ഒരു ബില്ലിൽ ഒപ്പിട്ടുകൊള്ളണം എന്ന് ഒരു നിബന്ധന വയ്ക്കാൻ പറ്റുകയില്ല. ഒരു കാരണവശാലും ഗവർണർമാർ ബില്ലിൻ്റെ മീതെ അടയിരിക്കാനോ അനന്തമായിട്ട് ഈ ഒപ്പിടുന്നത് അല്ലെങ്കിൽ ഒപ്പിടാതിരിക്കുന്നത് നീട്ടിക്കൊണ്ടു പോകാനോ പറ്റുകയില്ല. ഈ ഗവർണർമാരുടെ മേൽ അധികാരം സുപ്രീം കോടതിക്ക് കിട്ടിയിരിക്കുന്നു. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തിന് വിധേയമാണ് എന്നുള്ളത് കൊണ്ട് പരിമിതമായിട്ടെങ്കിലും ഗവർണറുടെ മേലെ സ്വാധീനം ചെലുത്താനായിട്ട് സുപ്രീം കോടതിക്ക് സാധിക്കും. പലരും പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ തിരിച്ചടിയും കേന്ദ്ര സർക്കാരിന് വലിയ വിജയവുമാണ് എന്നാണ്. അങ്ങനെയല്ല, ഇതാരെങ്കിലും വിജയമായിട്ടോ പരാജയമായിട്ടോ കണക്കാക്കേണ്ടതില്ല. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് മീതെ അടയിരിക്കാനായിട്ട് സംസ്ഥാന ഗവർണർമാർക്ക് അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര കാലത്തേക്കാണ്? ഒരു ബില്ലിൽ ഒപ്പിടുന്നതിന് സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയതിന് ശേഷം ഗവർണർമാർക്ക് അതിന് പ്രത്യേകിച്ച് വല്ല കാലപരിധി നിശ്ചയിക്കാൻ പറ്റുമോ? ഇത് സംബന്ധിച്ച് തമിഴ്നാട് സർക്കാർ കൊടുത്ത കേസിൽ സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് നേരത്തെ പുറപ്പെടുവിച്ച ഒരു വിധിയുണ്ട്. അതുപ്രകാരം 3 മാസത്തിനകത്ത് ഒരു ബില്ലിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ ആ ബില്ല് പാസ്സാക്കിയതായി കണക്കാക്കണം എന്നാണ്. അതായത് ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ പോലും അത് പാസ്സായതായി കണക്കാക്കി ബില്ല് നിയമമായി മാറും എന്നാണ്. അപ്പോൾ ഈ കോടതി വിധിയുടെ സാങ്കത്യം എത്രയാണ്? ഇത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ? ഗവർണർ ഒപ്പിടാതെ ആ ഒരു ബില്ല് നിയമമാകുമോ? മുതലായ വിഷയങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് അയച്ചത്. സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് വിശദമായി വാദം കേട്ടു, വിധി കൽപ്പിച്ചിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി പ്രകാരം ഇപ്പോൾ ഗവർണർമാരെ ഒരു നിശ്ചിത സമയത്തിനകത്ത് ഒരു ബില്ലിൽ ഒപ്പിട്ടുകൊള്ളണം എന്ന് ഒരു നിബന്ധന വയ്ക്കാൻ പറ്റുകയില്ല. അത് ഗവർണർമാരുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. പക്ഷേ ഒരു കാരണവശാലും ഗവർണർമാർ ബില്ലിൻ്റെ മീതെ അടയിരിക്കാനോ അനന്തമായിട്ട് ഈ ഒപ്പിടുന്നത് അല്ലെങ്കിൽ ഒപ്പിടാതിരിക്കുന്നത് നീട്ടിക്കൊണ്ടു പോകാനോ പറ്റുകയില്ല എന്നാണ്. അപ്പോൾ ഗവർണർ ഒരു ന്യായമായ സമയത്തിനുള്ളിൽ, യുക്തമായ സമയത്തിനുള്ളിൽ ഒരു തീരുമാനം എടുക്കണം. അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുകയില്ല. അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അതാത് കേസുകളിൽ തൽപര സർക്കാരുകൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ സുപ്രീം കോടതി അത് പരിഗണിച്ച് ഓരോ കേസും മെറിറ്റിൽ പരിഗണിച്ച് ഒരു ന്യായമായ വിധി കൽപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഗവർണർമാരുടെ മേൽ അധികാരം സുപ്രീം കോടതിക്ക് കിട്ടിയിരിക്കുന്നു, അഥവാ സുപ്രീം കോടതി അത് കൈക്കലാക്കിയിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും മിതമായ ഭാഷയിൽ ഏറ്റവും ലളിതമായ അർത്ഥം. ഇപ്പോഴത്തെ നിലയ്ക്ക് കേരള നിയമസഭ പാസ്സാക്കിയ ഒരുപാട് ബില്ലുകൾ അന്ന് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം കൊടുക്കാതെ പിടിച്ചു വയ്ക്കുകയും കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷം അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. രാഷ്ട്രപതി ഇത്ര നാളിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര കൊല്ലത്തിനുള്ളിൽ ഈ ബില്ലുകളിലൊരു തീരുമാനം എടുക്കണം എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അത് രാഷ്ട്രപതിയുടെ വിവേചനാധികാരമാണ്. മാത്രമല്ല നമുക്കറിയാം, ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് വെച്ചാൽ അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ ഒപ്പിട്ട് തിരിച്ചയക്കാനായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് അറേഞ്ച്മെൻ്റ് അല്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും സ്വയം ബോധ്യപ്പെടാനുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രപതിക്ക് ഒരു കാരണവശാലും സുപ്രീം കോടതിക്ക് ആവട്ടെ ആർക്കെങ്കിലും ആവട്ടെ ഒരു നിർദ്ദേശവും കൊടുക്കാൻ പറ്റില്ല. അതിനൊക്കെ അതീതമായിട്ടുള്ള ഒരു ശക്തിയാണ് രാഷ്ട്രപതി. നേരെ മറിച്ച് ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തിന് വിധേയമാണ് എന്നുള്ളത് കൊണ്ട് പരിമിതമായിട്ടെങ്കിലും ഗവർണറുടെ മേലെ സ്വാധീനം ചെലുത്താനായിട്ട് സുപ്രീം കോടതിക്ക് സാധിക്കും. അതും പരിപൂർണമായിട്ടൊന്നും പറ്റുകയില്ല. ജസ്റ്റിസ് പർദീവാലയുടെ വിധി പരമ അസംബന്ധമാണ്. അങ്ങനെ ഒരു വിധി കൽപ്പിക്കാനായിട്ടുള്ള അധികാരം സുപ്രീം കോടതിക്കില്ല. സുപ്രീം കോടതി തന്നെ അതിനെ മേൽ കിട്ടിയിരുന്ന അധികാരത്തിൻ്റെ ദുർവിനിയോഗമാണ് നടത്തിയത്. അങ്ങനൊരു വിധി നിയമവശാലോ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടോ നിലനിൽക്കുന്ന ഒന്നായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട് വളരെ സുചിന്തിതവും സുവ്യക്തവുമാണ്. പലരും പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ തിരിച്ചടിയും കേന്ദ്ര സർക്കാരിന് വലിയ വിജയവുമാണ് എന്നാണ്. അങ്ങനെയല്ല, ഇതാരെങ്കിലും വിജയമായിട്ടോ പരാജയമായിട്ടോ കണക്കാക്കേണ്ടതില്ല. അനിയന്ത്രിതമായി അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഇങ്ങനെ ബില്ല് പിടിച്ചു വെക്കാനുള്ള അധികാരം ഗവർണർക്കില്ല എന്ന കാര്യം വളരെ വ്യക്തമായി സ്പഷ്ടമായി സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അതേസമയത്ത് തന്നെ ഇത് നിശ്ചിത ദിവസത്തിനകത്ത് ഒപ്പിടണം എന്ന് ശാഠ്യം പിടിക്കാനായിട്ട് സംസ്ഥാന സർക്കാരുകൾക്കും പറ്റുകയില്ല. അപ്പോൾ ഗവർണറുടെ മുമ്പിൽ 3 ഓപ്ഷനാണുള്ളത്. 1, ബില്ല് ഒപ്പിട്ട് നിയമമാക്കുക. 2, ബില്ല് നിയമവിരുദ്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പൊതുനയത്തിന് വിപരീതമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ശക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രം
അദ്ദേഹത്തിന് ഒപ്പിടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇവർക്ക് സർക്കാരിന് മടക്കി അയക്കാം. അങ്ങനെ ചെയ്ത സന്ദർഭങ്ങളുണ്ട്. നേരത്തെ ഈ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ചില വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാർ ഇടപെട്ട് വളരെ അവിഹിതമായ രീതിയിലുള്ള ചില ഇളവുകൾ കൊടുത്തപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടൊരു ഓർഡിനൻസ് ഇറക്കിയ ഓർഡിനൻസ് അന്ന് ഗവർണറായിരുന്ന പി സദാശിവം ഒപ്പിട്ട് നടപ്പിൽ വരുത്തുകയും ചെയ്തപ്പോൾ അതിനെതിരായിട്ട് ചില ആളുകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഈ ഓർഡിനൻസ് റദ്ദാക്കി സർക്കാരിനെ നിശിതമായി വിമർശിച്ചു. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും കേരള നിയമസഭ ഇത് ബില്ലിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയ ബില്ല് ഒപ്പിടാനായിട്ട് ഗവർണർ മേശപ്പുറത്തിരിക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രഹരം ഉണ്ടാകുന്നത്. ഗവർണർ ആ ബില്ല് ഒപ്പിടാതെ മടക്കി വെച്ചു. ഇത് ഒപ്പിടാൻ പറ്റുകയില്ല എന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. പക്ഷേ അത് അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ബില്ല് സംസ്ഥാന നിയമസഭയുടെ അധികാരപരിധിക്ക് പുറത്താണെങ്കിലോ അല്ലെങ്കിൽ ഇതിലെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമോ ഒറ്റ വായനയിൽ തന്നെ നിയമവിരുദ്ധമോ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഗവർണർക്ക് ഒപ്പിടാതെ മടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മടക്കി അയക്കും. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭരണഘടനാപരമായ സാധുതയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. രാഷ്ട്രപതിക്ക് സംശയമുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് അയക്കാം. ഇതിനൊക്കെ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. ഭരണഘടനയിൽ കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരമായിട്ട് ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളുമൊക്കെ രാഷ്ട്രീയമായ പകപോക്കലിനും അല്ലെങ്കിൽ വടംവലിക്കും വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അത് നമ്മുടെ ഭരണഘടനയോടുള്ള ഒരു അവഹേളനമായിട്ട് വേണം കണക്കാക്കാൻ. അപ്പോൾ സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി എന്ന് പറയുന്നത് തികച്ചും ന്യായമാണ്, നീതിപൂർവമാണ്, ഭരണഘടനാനുസൃതമാണ്.